പിന്നെ അവരുടെ ഒരു പ്രത്യേകത, ലോക സ്ത്രീകളിൽ റബ്ബിൻ്റെ സലാം ചൊല്ലി അയച്ചത് അവർക്ക് മാത്രമാണ് അല്ലേ. ലോക സ്ത്രീകളിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മാനമിറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഖദീജ വരുന്നു, അവരോട് ഫഖ്റ മിൻ റബ്ബിഹ അസ്സലാം, അവരുടെ റബ്ബിൽ നിന്നുള്ള സലാം അവർക്ക് പറയണം എന്നാണ്. അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയണേ, ഖദീജ അതാ ജിബ്രീൽ വന്നു, അള്ളാഹു നിങ്ങൾക്ക് സലാം ഓതി അയച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ അവർ പ്രതികരിച്ചു. അതാണ് അവരുടെ ആ ഇൽമിൻ്റെ ഹിക്മത്തിൻ്റെ പ്രത്യേകത. ആ സലാം കേട്ട ഉടനെ പറയാണ് അവരെന്താ പറഞ്ഞത്, അള്ളാഹു സലാം പറഞ്ഞിരിക്കുന്ന അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഅലൈക വഅലാ ജിബ്രീൽ അസ്സലാം എന്നാണ്. സലാം കൊടുത്തയച്ച ജിബ്രീലിലൂടെയാണ്. അത് നബിയുടെ അവരുടെ ഖദീജയുടെ കാതിലെത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. അപ്പോൾ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഅലാ ജിബ്രീല വഅലൈക വഅലാ ജിബ്രീൽ അസ്സലാം, താങ്കൾക്കും ജിബ്രീലിനും സലാം എന്നാണ് അതിനോട് അവർ പ്രതികരിച്ചത് എന്നാണ്. അതൊക്കെ അറിയിക്കുന്നത് എന്താണ്, അവരുടെ ആ ഒരു വിജ്ഞാനമാണ്, അവരുടെ ബുദ്ധിയാണ്. അതൊക്കെ അതവരുടെ ഖാസിയത്തായി പ്രത്യേകതയായിട്ട് ചരിത്രത്തിൽ വന്നിട്ടുള്ളതാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് കുറേ മഹത്വങ്ങൾ. അതിവിടെ നമ്മൾ അതിൻ്റെ ആധിക്യം കാരണത്താൽ ഇവിടെ നമ്മൾ ചിലത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ലാ യസ്അമു മിന ദിക്രി വസ്സനാഇ അലൈഹ വൽ ഇസ്തിഗ്ഫാരി ലഹ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തീരെ മടുപ്പില്ലായിരുന്നു എന്നാണ്. ആരാ പറയണത്? ആയിഷ പറയാണ്. റസൂലുള്ളാഹിക്ക് തീരെ മടുപ്പില്ലായിരുന്നു ഖദീജയെ ഓർക്കുന്നതിൽ, അനുസ്മരിച്ച് പറയുന്നതിൽ ഒട്ടും മടുപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അവരെ പ്രശംസിക്കുന്നതിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മടുപ്പില്ലായിരുന്നു എന്നാണ്. അവർക്ക് വേണ്ടി പാപമോചനം തേടുന്നതിലും മടുപ്പില്ലായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് പാപമോചനം തേടുമായിരുന്നു, അവരെ പ്രശംസിച്ച് പറയുമായിരുന്നു, അവരെ അനുസ്മരിക്കുമായിരുന്നു എന്നാണ്. അതിലൊരിക്കലും മടുപ്പില്ല എന്ന് ആരാ പറയണത്? ആയിഷ റളിയല്ലാഹു തആല പറയണത്. അവർ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിങ്ങനെ ആവർത്തിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഭാര്യയാണല്ലോ ഖദീജ, അല്ല ആയിഷ. അപ്പോൾ ഈ ഖീറത്തുണ്ടല്ലോ, ഈ രോഷം, സ്ത്രീ രോഷം, അതൊരു ഈ മിത്രകളത്രയാവുമ്പോൾ പ്രത്യേകിച്ച് രോഷം വരും, സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജയെ ഇങ്ങനെ അനുസ്മരിക്കും എന്നുള്ളതാണ്. അനുസ്മരിക്കും. അത് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ ഹാല, ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി ഹാല, ഈ അബുൽ ആസിൻ്റെ ഉമ്മ ഒരിക്കൽ വന്നു റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹയോടൊത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഹാല വന്ന് കതക് മുട്ടുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചെന്ന് തുറന്നു നോക്കുമ്പോൾ ഹാലയാണ്. അപ്പോൾ റസൂലെ ഹാലയാണ് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം ഹാല എന്ന് പറഞ്ഞ് ആയിഷ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് റസൂലുള്ളാഹിൻ്റെ മുഖം മാറിയിരിക്കണ്. ഹാല ഉഖ്തു ഖദീജ ആണ്. ഹാലയല്ല വിഷയം, പിന്നെ ഖദീജ വിഷയം. ഉഖ്തു ഖദീജ ബിന്തു ഖുവൈലിദിൻ്റെ മകളോ ഖദീജയുടെ സഹോദരിയോ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ എന്ത് ചെയ്തു, അവിടെ ഖദീജയെ അനുസ്മരിച്ചു എന്നുള്ളതാണ്. അതേപോലെ ഒരിക്കൽ ജുസാമ എന്ന് പറയുന്നൊരു സ്ത്രീ വന്നു. വയസ്സായ സ്ത്രീയാണ്. ജുസാമ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വൃദ്ധയല്ലേ, അവരെ സ്വീകരിച്ച് അടുത്തിരുത്തി എന്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞാൽ അപ്പോൾ ഭക്ഷണം വെച്ച് അതിൽ മാംസം ഉണ്ടായിരുന്നു. ആ മാംസം പിച്ചി റസൂലുള്ളാഹി അവർക്ക് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കാണുകയാണ് ഇങ്ങനെ പെരുമാറുന്നത്. മാത്രമല്ല അവരോട് അവരുടെ പേര് ജുസാമ എന്നുള്ള അവിടെ വെച്ച് മാറ്റിയിട്ട് അവർക്ക് ഹസാന എന്ന് പേര് മാറ്റി വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല എന്നെ അത്ഭുതത്തിൽ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത്? അപ്പോൾ റസൂലുള്ളാഹി പറയാണ് ഈ ജുസാമ കാനത്ത് സദീഖത്തു ഖദീജ, ഇത് ഖദീജയുടെ കൂട്ടുകാരിയായിരുന്നു. കാനത്ത് തീന അയ്യാമ ഖദീജ ജീവിച്ചിരുന്ന നാൾ നമ്മുടെ അടുക്കൽ പെരയിൽ വരാറുണ്ടായിരുന്ന സ്ത്രീയാണെന്ന് പറഞ്ഞാണ് റസൂൽ എന്ത് ചെയ്യണത്, ആ ഒരു
പിന്നെ ഇന്നലകളെ ഓർത്ത് അവിടെ ഈ സ്ത്രീ എങ്ങനെ സ്വീകരിക്കുന്നത്. ഖദീജയുടെ കൂട്ടുകാരിയാണ്, അയൽവാസിയായിരുന്നു, അവർ വീട്ടിൽ വരാറുണ്ടായിരുന്നു ഖദീജ ഉണ്ടായിരുന്നു അന്നേന്ന് പറഞ്ഞിട്ട്, മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ എന്തുണ്ടാക്കും, ഒരു തരം രോഷം സൃഷ്ടിക്കുക സ്വാഭാവികമാണ്. ഒരിക്കൽ പിന്നെ അവർ തന്നെ പറഞ്ഞു പോയി, ആയിഷ തന്നെ പറഞ്ഞു പോയി, അജൂസ് മിൻ അജായിസ് ഖുറൈഷ്, ഖുറൈശികളിലൊരു വൃദ്ധ സ്ത്രീയായിരുന്നു ഖദീജ. അതേപോലെ തന്നെ മോണ ചുവന്ന ഒരു കിളവിയായിരുന്നു അവർ. അവർ മരണപ്പെട്ടു പോയി. ഖദ് അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻ, അതാണ് അവരെക്കാൾ ഉത്തമയായവരെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് അള്ളാഹു പകരം നൽകിയില്ല, ഇനി നിങ്ങൾ അവരെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അതായത് അവരെക്കാൾ ഉത്തമ എന്നുള്ള അവരെ ഖദീജ ആയിഷയെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അള്ളാഹു ഒരിക്കലും അവർക്ക് പകരം എനിക്കൊരാളെയും തന്നിട്ടില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയെ എതിർത്തു എന്ന് മാത്രമല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഇങ്ങനെ അനുസ്മരിച്ചാണ്. ആയിഷ പറയാണ്, ഒരു മാസം റസൂലുള്ള എൻ്റെ അടുക്കൽ വരുമ്പോൾ ഖദീജയെ അനുസ്മരിച്ചു കൊണ്ടിരുന്നു എന്നാണ്. എന്താ അനുസ്മരിച്ചത്? കാനത്ത് വക്കാനത്ത്, കുറേ ഗുണങ്ങളുള്ള സ്ത്രീയായിരുന്നു ഖദീജ. എന്നിട്ട് പറയാണ്, വവാസത്നി ബിനഫ്സിഹ വമാലിഹ, സ്വത്ത് കൊണ്ടും ശരീരം കൊണ്ടും എനിക്ക് മുവാസാത്ത്, ആശ്വാസം പകർന്നവരാണ് ഖദീജ. പിന്നെ സദ്ദഖത്നി ഹീന കെദബനി എന്നാസ്, ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോൾ അവരാണ് എന്നെ സത്യപ്പെടുത്തിയത്. പിന്നെ അതേപോലെ തന്നെ ജനങ്ങൾ എനിക്ക് തടഞ്ഞപ്പോൾ അവരാണ് എനിക്ക് സ്വത്ത് നൽകി എന്നെ സഹായിച്ചതെന്ന് പറഞ്ഞിട്ട് അവരുടെ ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. എന്നിട്ട് അവസാനം റസൂലുള്ള പറഞ്ഞു എന്നാണ്, ഇന്നി ഖദ് റുസിഖ്തു ഹുബ്ബഹ, ഖദീജയുടെ കൊണ്ടുള്ള സ്നേഹം അതെനിക്ക് ഏകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് പിന്നെ റസൂലുള്ള അങ്ങനെ പ്രതികരിച്ചു എന്നാണ്. അത് ഒരു മാസം പറഞ്ഞു എന്നാണ്, ഒരു മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ അതാണ് ഇവിടെ ആയിഷ പറയുന്നത്, കാന ലാ യസ്അമു മിൻ ദിക്രിഹ വസ്സനാഇ അലൈഹ വൽ ലഹ. ഖദീജയെ അനുസ്മരിക്കുക, ഖദീജയെ പ്രശംസിക്കുക, ഖദീജയ്ക്ക് വേണ്ടി പാപമോചനം തേടുക, ഇതിൽ റസൂലുള്ളാഹിക്ക് ഒരു മടുപ്പും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലായത്. അതവരുടെ ഒരു മഹത്വമാണ് അറിയിക്കുന്നത്.